അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. വന്നാ എന്ത് പോന്ന് വരാൻ പാടില്ല. അതാ ആ എണ്ണയിലേക്ക് മൊത്തട്ടാ ഇനി ഇതെങ്ങനെയാവുക? തേങ്ങയാവും. ഇത്ര കുറച്ച് എണ്ണയിലേക്ക് കണ്ട സാധനമൊക്കെ വാരിയിട്ടിട്ട് എന്താണ് ഇതിലെന്തൊക്കെ മസാല ചേർത്തേക്കണ പറഞ്ഞേ? നാണിക്കരുത് പറഞ്ഞ കേട്ടാ സബ്സ്ക്രൈബർമാര്. ഇക്കാക്ക് ഭയങ്കര നാണാണ്. എന്തിനും നാണിക്കണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നാണിക്കാതെ നിക്ക്. നാണണ്ട അർത്ഥത്തിലല്ലട്ടാ. അതെ, ഇതിലെന്തൊക്കെ മസാല ഇട്ടേക്കണം? മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, കോൺഫ്ലവർ, ഒരു മുട്ട ചേർത്തിണ്ടല്ലോ. അതിലെ എണ്ണ ഇല്ല മനുഷ്യ. എന്തിനാ എണ്ണക്ക് മതി, എണ്ണയിൽ മതി. തീ കൂട്ടിയേക്ക്. എണ്ണ വല്ലാതെ ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? എണ്ണ ആയാലല്ലേ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ വേഗം പണി കഴിഞ്ഞാൽ. ഇതിന് ആവാൻ കുറേ സമയം എടുക്കില്ലേ? അപ്പോൾ ഇഷമോളനെ വിളിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യാ? ഞാൻ പോണം. ഞാൻ പോണ്ട. എന്നെ പുറത്തിറക്കണില്ലേ ഇപ്പൊ കേസ്? എന്നെ ഇവിടെ അകത്ത് ഇരുത്തിയേക്കാം. 2 വർഷം പുറത്തിറങ്ങി വലസിയില്ലേന്ന്. ഇനി വലസണ്ട അത്ര 2 മാസം. കുഞ്ഞു ചക്ക തിന്നാട്ടാ. നമ്മളിവിടെ ചക്ക എന്താ പറയാ, കുറെ ഇവിടുന്ന് പോയതിനു ശേഷം ചക്ക കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചക്ക ഒരെണ്ണം ഇവിടെ പ്ലാവുമ്പോൾ നിർത്തിയില്ലായിരുന്നു ഇടാണ്ട്. അതിട്ടിട്ട് ഒന്ന് വെട്ടി വെച്ചപ്പോ പുളി വെച്ചു. ഉപ്പാക്ക് കിട്ടി. പിന്നെ ഞാനതൊന്നും അപ്പടി പിന്നെ ആർക്കും വിശ്വാസമില്ല. എന്നാലും സ്നേഹത്തോടെ ഒരാള് ഒരു സാധനം തരുമ്പോ വേണ്ട പറയാൻ പാടില്ല. എന്നാ തിന്നോളൂ. ഇതെന്ത് കൊതുക്കോളായി. ഇത് അപ്പടി നശിപ്പിച്ചു. അത് കൊളായി. ഇത് കുറച്ച് എണ്ണയും കൊറേ കൊണ്ടുപോയിട്ട് നിങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ടൊക്കെ പട പാകന്നല്ലേ? എന്താ ആരുടെ സെറ്റാ? ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ മസാലയിൽ ഈ സംഭവം ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുക. കുറച്ചു നേരം വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് ഇതില് ബിരിയാണി ഉണ്ടാക്കുക. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചോറ്? ഇഷ്ടായ? രസണ്ടാ? എന്നത് മതിയില്ലേ? ഇന്ന് ഞാനുണ്ടല്ലോ കുഞ്ഞൂന് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ വീഡിയോ എടുത്തില്ല കേട്ടോ. ആകെ തിക്കും തിരക്കായിരുന്നു. അത് കാരണം വീഡിയോ എടുത്തില്ല. നമ്മുടെ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ, ബിരിയാണിയുടെ അരി കുറച്ചുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അരി അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. വെറുതെ കുറച്ച് ഓയിലും പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. വേവിച്ചെടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടില്ല, അണ്ടിപ്പരിപ്പ് മാത്രം. വരുന്നു ആച്ചോട്ടെ. അണ്ടിപ്പരിപ്പും സബോളയും മന്തി മസാല ഉണ്ടായിരുന്നു, അതും കുറച്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഈ ചോറ് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഈ ചോറിന് അതിലേക്ക് കൊട്ടിയിട്ട് കൊടുത്തയച്ചിട്ട് ഒരു കറി അവൻ കൊണ്ടുപോയിട്ടില്ല. ആ ചോറ് മാത്രം കൊണ്ടുപോയിട്ട് ഇപ്പോൾ മുഴുവൻ കഴിച്ചുത്ര. അപ്പം ഇനി കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടുമ്പോൾ അത് നമുക്ക് എല്ലാ ചോറിലും പറ്റൂട്ടാ. ബിരിയാണിയുടെ അരി വേണമെന്ന് മാത്രമൊന്നുമില്ല. എല്ലാ അരി ഉണ്ടെങ്കിലും നമുക്ക് വയ്ക്കാം. നമ്മൾ സാധാരണ മട്ട അരി കൊണ്ട് വരെ വെച്ചോക്കാം. ഇനി മട്ട അരി കൊണ്ടൊന്നും ഉണ്ടാക്കി വെക്കണം. എന്തായാലും സംഭവം എളുപ്പമാണ്. കറി ഉണ്ടാക്കണ്ട, ഉപ്പേരി ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിള്ളേർ വയറ് നിറച്ച് ചോറ് തിന്നും ചെയ്യും. അപ്പം ആച്ചുട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ആച്ചുട്ടാ അവിടെ
ആച്ചുട്ടന് യൂണിഫോം ഒക്കെ കിട്ടിയിട്ട് ആച്ചുട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് ഇപ്പൊ ചുള്ളനായിട്ട് പോവാറ്. എങ്ങടെ നേരെ പാടെത്തിക്ക ഇപ്പൊ കണ്ട അപ്പൊ സ്കൂൾ വിട്ട് വന്ന് ഇന്നൊന്നും വേണ്ട, ഇപ്പൊ നേരെ ഉപ്പാടെടുത്ത് പോവാ, കെട്ടിപ്പിടിക്കുക. നമ്മള് ശശിയായി. ബാഗ് കൊണ്ട് അയ്യോ അതുകൊണ്ട് ഊരിയേക്ക് ഉപ്പ പോട്ടാ. അപ്പൊ ഞാനെന്നെ ഉണ്ടാവുള്ളോ അല്ല കുഞ്ഞോ? എന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ട് എന്നും കട്ടക്ക്. നമ്മള് വിചാരിച്ച പോലെ ചേട്ടാ ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതായിക്കണം. ഞാനാച്ചിങ്ങിപ്പോ കുറേശ്ശെ വറുത്തെടുക്കുള്ളൂ. ബുദ്ധിയുണ്ട്, എന്റെ കൂടെ കൂടിയിട്ട് ബുദ്ധി വെച്ചേക്കണം. അയ്യോ നാണം വന്നു കുഞ്ഞുന് ബാഗ് ഇട്ടിട്ട് കുഞ്ഞുന്റെ ഒരു സൈഡ് ഭയങ്കര വേദന, ഷോൾഡർ ഭയങ്കര വേദന. അപ്പൊ വിക്സ് തേച്ചിട്ട് ഉഴിഞ്ഞു കൊടുക്കാട്ടാ. ട്രൗസറിലാണ് നിൽക്കുന്നത്. ഇത് കരിയണു. സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ട് ഇതൊന്നും ചെയ്തേട്ടത് ഇങ്ങനെ ഇവര് ടൊമാറ്റോ സോസിൽ മുക്കിയിട്ട് കഴിക്കും. അത്ര തന്നെ ഇന്നത്തെ 4 മണി പലഹാരം ഉപ്പാടെ സ്പെഷ്യൽ. ഇതാ പാത്രം കൊണ്ടുവരുന്ന ഒറ്റത്തിൽ പോട്ടെന്നാ. ഇഷമോളുടെ ടീച്ചർ വിളിച്ചോട്ടെ, ഞാൻ ഉമ്മാടെ എത്തിക്കാം. പിന്നെ ഇവ കുഞ്ഞ് 4:30 ആകുമ്പോ പോട്ടെ മദർസയിലേക്ക്. 4:45 4:30. അങ്ങനെ ഒരു സോയാബീനൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് കുറച്ച് മൾബറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലത്തെ താത്തയുടെ വീട്ടിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൾബറിയൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയുകയാണ്. കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞു മദർസയിലേക്ക് പോയി. ഇഷമോളും ആച്ചൂട്ടനും ഇഷമോള് മേല് കഴുകുകയാണ്. ആച്ചൂട്ടൻ അവിടെ ഇരുന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷമോള് മേലൊക്കെ കഴുകി വന്നിട്ട് ഉപ്പാടെ അടുത്ത് വന്നിട്ട് പിന്നെ കൊഞ്ചിലാട്ടാ. ഇപ്പം എല്ലാവർക്കും ഉപ്പാനെ ഉപ്പ വന്നിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു കൊഞ്ചലും കുഴയിലൊക്കെയാണ് 3 ആൾക്കും. പിന്നെയും കുഞ്ഞു ഇത്തിരി വലുതായ കാരണം കുഞ്ഞൂന് അത്രയില്ല. ആച്ചൂട്ടനും ഇഷമോൾക്കാണ് നല്ലോണം ഉള്ളത് കേട്ടോ. എല്ലാത്തിനും ഉപ്പ മതി എന്നാണ് ഇപ്പോൾ. പിന്നെ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ അന്ന് പെരുന്നാൾക്ക് കിട്ടിയ ഇറച്ചി കുറച്ച് നമുക്ക് ആ താത്ത തന്നതാണ്. നമ്മുടെ ഇറച്ചി കിട്ടിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാട്ടോ. അപ്പം ഇന്ന് രാവിലേക്ക് ഇത് വൈകുന്നേരം കട്ട് ചെയ്യുന്നത്. രാവിലെ ചായക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കറി എന്തെങ്കിലും ഉണ്ടാക്കാം, നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒപ്പം കറിയാക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ നന്നാക്കി വെച്ചു. പിന്നെ സവാള ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കുകയല്ലേ വേണ്ടു. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റിട്ട് എല്ലാം ആക്കണ്ടേ, പിള്ളേർക്ക് 7 മണിയാകുമ്പോഴേക്കും എല്ലാം ആവണ്ടേ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.